ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെൽമിലോടമ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ നമ്മുടെ വീഡിയോ പല അമ്മമാരും എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, കുഞ്ഞുങ്ങൾക്ക് കളർ കൂടാൻ എന്ത് ചെയ്യണമെന്ന്. കുഞ്ഞുങ്ങൾ ദൈവം തരുന്നതാണ്. അവർ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും ദൈവം തന്ന കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തിയെടുക്കുക. പിന്നെ പലരുടെയും ടെൻഷനാണ്, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾക്ക് ഇത്തിരി കളർ കുറവാണെങ്കിൽ അമ്മമാർക്ക് ഭയങ്കര ടെൻഷനാണ്. അത് അമ്മമാരെയും കുറ്റം പറയാൻ പറ്റില്ല, നമ്മുടെ സമൂഹം അങ്ങനെയാണ്. കുട്ടി കറുത്തിരുന്നാല് അമ്മമാരുടെ അടുത്ത് ചോദിക്കും, എന്താ നിന്റെ കളർ ഇല്ലാത്ത, അല്ലെങ്കിൽ കുഞ്ഞെന്താ ഇങ്ങനെ കറുത്തു പോയേ എന്നൊക്കെ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സർവ്വസാധാരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ദൈവം തന്ന കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തിയെടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ പ്രായമായ മുത്തശ്ശിമാരോ വല്യമ്മച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദിച്ചാൽ അവർ പറയും, അവരുടെ കാലത്ത് ഇതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമന്റ് ഇതാണ്. ഈ കമന്റിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ആദ്യം തന്നെ ഇത് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നു എങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഞാൻ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ലൈക്ക് ചെയ്യാറുള്ളൂ, അതുകൊണ്ടാണ് ഓർപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഇപ്പോൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ പറയുന്നത്. അത് പലരും, എൻ്റെ പഴയ വ്യൂവേഴ്സ് പലരും മറന്നു പോവാറുണ്ട്. പുതിയതായിട്ട് കാണുന്നവര് ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലാസ്റ്റിൽ ലൈക്ക് ചെയ്താൽ മതി. തേങ്ങാപ്പാലിന്റെ ക്രീം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ അതിന്റെ ധാരാളം ഗുണങ്ങളുണ്ട് അതിന്. ഒരുപക്ഷെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു മോയ്സ്ചറൈസറിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ തേങ്ങാപ്പാലിന്റെ ക്രീം എന്ന് പറയുന്നത്. ഇത് എത്ര വലിയ ഡ്രൈ സ്കിൻ ആണെങ്കിലും അത് മാറ്റാൻ ഏറ്റവും ബെസ്റ്റാണ്. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്, നമുക്ക് കുഞ്ഞുങ്ങൾക്കെന്നല്ല, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും ശരീരം നല്ല നിറം വെക്കാനും ഏറ്റവും നല്ലതാണ് തേങ്ങാപ്പാലിന്റെ ക്രീം, അതായത് കോക്കനട്ട് ക്രീം എന്ന് നമുക്ക് പറയാം. ശരീരം മുഴുവൻ, കയ്യ്, കാല്, ശരീരം, മുഖത്ത് ഒക്കെ തേച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ക്രീം എന്ന് തന്നെ പറയാം. ഇത് എടുക്കുന്ന വിധം എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഒന്നുകൂടി പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ഒത്തിരിയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കണ്ട. ഇരിക്കുന്തോറും ചിലപ്പം സ്മെൽ വരാൻ ചാൻസ് ഉണ്ട്. അരമുറി അല്ലെങ്കിൽ ഒരു തേങ്ങയുടെ എടുത്ത് തേങ്ങ നന്നായിട്ട് ചിരകിയെടുത്ത ശേഷം അതിൽ ലേശം വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കുന്നു എങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതല്ല വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് എങ്ങാനും വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത ശേഷം നന്നായിട്ട് ഇതിന്റെ പാല് പിഴിഞ്ഞെടുക്കുക. ഈ പാല് പിഴിഞ്ഞെടുത്ത ശേഷം നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കുക, ഒരു ദിവസം വെച്ചേക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതുപോലെ അതിന്റെ മുകളിൽ ഇങ്ങനെ വന്ന് അടിഞ്ഞു കിടക്കും. ഈ ക്രീം നമുക്ക് സ്പൂണും കൊണ്ട് വെട്ടിയെടുത്ത് വേറെ ഒരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ പഴയ വീഡിയോയിൽ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന്. വീഡിയോ ഫുൾ കേൾക്കാതെ ഇത് ഫ്രീസറിലാണോ വെക്കണ്ടേ, ഫ്രിഡ്ജിലാണോ വെക്കണ്ടേ, ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ് ഇടുന്നവര് വീഡിയോ ഫുൾ കേട്ടിട്ട് മാത്രം നിങ്ങൾ കമന്റ് ഇടുക. ഞാൻ തീർച്ചയായിട്ടും സംശയമുള്ള കാര്യങ്ങളാണെങ്കിൽ മറുപടി തരും. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കാത്തത്. ഇത് ഓരോ പ്രാവശ്യവും യൂസ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കുക. ഇത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ കോക്കനട്ട് ക്രീം വെച്ച് കുഞ്ഞുങ്ങളെ മസാജ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്രീം എടുത്ത ശേഷം വേണമെങ്കിൽ അതിൽ 1-2 നുള്ള് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെക്കാം. അതല്ല എങ്കിൽ കുങ്കുമപ്പൂ 1-2 എണ്ണം ഇട്ട് വെച്ചേക്കാം. മഞ്ഞൾപ്പൊടി എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ പലർക്കും സംശയം വന്നേക്കാം, ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ മഞ്ഞൾ യൂസ് ചെയ്യാമോ എന്ന്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും സംശയം വന്നിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഡോക്ടറുമായിട്ട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത്, മഞ്ഞൾ ഹോർമോൺ സംബന്ധമായി എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അത് രോമ വളർച്ചയെ തടയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്കറിയില്ല ഏതൊക്കെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തെങ്കിലും ഹോർമോൺ പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആൺകുഞ്ഞുങ്ങൾക്ക് മഞ്ഞൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പല പഴയകാലത്തെ അമ്മച്ചിമാരും കുഞ്ഞുങ്ങളെ മഞ്ഞൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ മഞ്ഞൾ ചാലിച്ചത് കുഞ്ഞുങ്ങളെയും അത് തേച്ച് കുളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മഞ്ഞൾ അവോയ്ഡ് ചെയ്യാം.
കുളിപ്പിക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് ശരീരം മുഴുവൻ മസാജ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ സോപ്പോ എന്താണ് നിങ്ങൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നോ പ്രോബ്ലം. ഇനി ഇത് കുളിപ്പിക്കുന്നതിന് മുമ്പല്ല, അതിന് ശേഷവും ഒരു മോയ്സ്ചറൈസറായോ അല്ലെങ്കിൽ ഒരു ക്രീമിന് പകരമായോ ഒക്കെ ഇത് ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് നല്ല വെള്ളം പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഒട്ടും ഇങ്ങനെ ഒന്നും പേടിക്കേണ്ട. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും വേണ്ടിയാ പറയുന്നത്. നിങ്ങൾ വലിയവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഇത് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എപ്പോ വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും ശരീരത്തിൽ ഇത് അപ്ലൈ ചെയ്യാം. ഒരു ക്രീമായിട്ട് ഒരു മോയ്സ്ചറൈസറായിട്ടൊക്കെ അപ്ലൈ ചെയ്യാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് തേച്ചിട്ട് നമുക്ക് കിടക്കാം. ശരീരത്തിൽ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല, ഒട്ടും വെള്ളം പോലെ ഇരിക്കില്ല. നമ്മുടെ ശരീരത്തിൽ നല്ലോണം അത് അബ്സോർബ് ആവും. ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മാറ്റം അറിയാൻ സാധിക്കും. നന്നായിട്ട് കളർ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല സ്കിൻ സോഫ്റ്റ് ആയി നല്ല സ്മൂത്ത് ആവാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ ക്രീം. ഒരു സംശയം വരാത്ത രീതിയിൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടാ ഞാനൊരു വീഡിയോ ഇടുന്നത്. ഇത് വലിച്ചു നീട്ടലായിട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്തിനാ ഇത്ര ലെങ്ത് എന്ന് തോന്നുന്നവരോ ദയവ് ചെയ്ത് ഇത് കാണല്ലേ. പിന്നെ പലരും വന്ന് ചോദിക്കുന്നതാണ്, ഞാനിപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും ഒരു മോയ്സ്ചറൈസർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്രീമായിട്ട് ഇത് യൂസ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നത് ഇത് തേച്ച ശേഷം എത്ര മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയണമെന്ന്. നിങ്ങളൊരു ക്രീമോ മോയ്സ്ചറൈസറോ ഒക്കെ ശരീരത്തിൽ ഇട്ടാൽ പിന്നെ അത് കഴുകി കളയുമോ? ഇത് കഴുകി കളയാനല്ല ശരീരത്തിൽ ഇടുന്നത്, ശരീരത്തിൽ അത് പിടിക്കാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പ് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാനും ഒരു അരമണിക്കൂർ മുമ്പേ ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിക്കുന്നവരാണെങ്കിൽ ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിച്ച ശേഷം നിങ്ങൾക്ക് കുളിക്കാം. അത് കഴിഞ്ഞ ശേഷവും നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശേഷവും ഒരു ക്രീം പോലെ ശരീരത്തിൽ ഒത്തിരി വേണ്ട, ലേശം എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിവിടെ കമന്റ് ഇടണം. ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ പഴയ അമ്മച്ചിമാരും മുത്തശ്ശിമാരും ഒക്കെയുള്ള വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്റെ പഴയ വീഡിയോയിലും ഞാൻ കോക്കനട്ട് ക്രീമിന് വേണ്ടി ഡ്രൈ സ്കിന്നിന് വേണ്ടി ഇട്ടതിൽ പലരും വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇതാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്, അവരിതാണ് യൂസ് ചെയ്യുന്നത്, നല്ല ബെസ്റ്റ് റിസൾട്ട് ആണെന്നൊക്കെ. അപ്പൊ അതുപോലെ വേറെ ആരെങ്കിലും ഇത് ട്രൈ ചെയ്യുന്നുവെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.